കുവൈത്തിൽ വിദേശികൾ നാട്ടിലയക്കുന്ന പണത്തിന് 5% നികുതി ഏർപ്പെടുത്തണമെന്ന കരട് നിർദ്ദേശം പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വിട്ടു. പാർലമെന്റിലെ നിയമകാര്യ സമിതിയും സർക്കാരും എതിർപ്പ് തുടരുന്നതിനിടെ തന്നെയാണ് സാമ്പത്തിക കാര്യ സമിതി കരട് നിർദ്ദേശം വോട്ടിന് വിട്ടത്. സർക്കാരിന് മുന്നിൽ സമ്മർദ്ദം ചെലുത്തി നികുതി നിർദ്ദേശം നടപ്പാക്കാനാണ് സാമ്പത്തികകാര്യ സമിതിയുടെ നീക്കം. വിദേശികൾക്ക് റെമിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്തുന്നത് ഭരണഘടനയ്ക്ക് എതിരല്ലെന്നും സ്വദേശികൾക്കും വിദേശികൾക്കുമിടയിൽ നികുതി വിഷയത്തിൽ തുല്യനീതി പാലിക്കണമെന്ന് ഭരണഘടന പറയുന്നില്ലെന്നും സാമ്പത്തിക സമിതി കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു. സഫാൽ ഹാഷ്മി MP സമർപ്പിച്ച നികുതി നിർദ്ദേശം കഴിഞ്ഞ ജനുവരിയിൽ പാർലമെന്റിന്റെ നിയമകാര്യ സമിതി തള്ളിയിരുന്നു. വിദേശികൾക്ക് മാത്രം നികുതി ഏർപ്പെടുത്തുന്നത് ഭരണഘടനാ വിരുദ്ധവും സ്വദേശി വിദേശി വിവേചനമുണ്ടാക്കുന്നതുമാണെന്നാണ് നിയമകാര്യ സമിതിയുടെ വാദം. റെമിറ്റൻസ് ടാക്സ് നടപ്പാക്കിയാൽ സമ്പദ്ഘടനയിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാകുമെന്ന് വിലയിരുത്തി നേരത്തെ മന്ത്രിസഭയും നിർദ്ദേശം നിരാകരിച്ചിരുന്നു. നികുതി ഏർപ്പെടുത്തുന്നത് സമ്പദ്ഘടനയെ പ്രതികൂലമായി ബാധിക്കുമെന്നും വിദഗ്ധരായ വിദേശികൾ കുവൈത്ത് വിടുമെന്നും വിദേശ നിക്ഷേപ സാധ്യത ഇല്ലാതാക്കുമെന്നുമാണ് സർക്കാരിന്റെ ആശങ്ക. കള്ളപ്പണം ഒഴുകുമെന്നും സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ നിയന്ത്രണം നഷ്ടമാകുമെന്നും ചൂണ്ടിക്കാട്ടി കുവൈത്ത് സെൻട്രൽ ബാങ്കും റെമിറ്റൻസ് ടാക്സ് നിർദ്ദേശത്തെ എതിർത്തിരുന്നു. മീഡിയ 1 കുവൈറ്റ് സിറ്റി.